الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم وإياي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. إنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. ബഹുമാന സത്യവിശ്വാസികളെ, വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പ്രത്യേകം എന്നോടെന്നപോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ വചനമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. അതിൻ്റെ അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം. യഅലമു, നിങ്ങൾ മനസ്സിലാക്കുക, അന്നമൽ ഹയാത്തു ദുനിയ, തീർച്ചയായും ഐഹിക ജീവിതം എന്നത് ലഅബുൻ, കളിയാണ്, വലഹുൻ, വിനോദമാണ്, വതഫാഖുറുൻ ബൈനക്കും, നിങ്ങൾക്കിടയിൽ ദുരഭിമാനം നടിക്കലാണ്, വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തിൻ്റെ കാര്യങ്ങളിലും സന്താനങ്ങളുടെ കാര്യങ്ങളിലും പെരുമ നടിക്കലുമാണ്. എടുത്തു പറഞ്ഞുകൊണ്ട് അതിൽ ഉന്നതരാണ് എന്ന് സ്ഥാപിക്കുക. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, കമസലി ഗൈസിൻ, ഒരു മഴ പോലെ, അഅജബൽ കുഫാറ നബാത്തുഹു, കർഷകന്മാരെ സസ്യലതാദികൾ അത്ഭുതപ്പെടുത്തി. അവിടെ കുഫാർ എന്ന് പറഞ്ഞാൽ കർഷകന്മാർ എന്ന, സത്യനിഷേധികൾ എന്നാണ് പല സ്ഥലത്തും പ്രയോഗിച്ചത്. എന്നാൽ ഇവിടെ കഫറ എന്ന് പറഞ്ഞ വാക്കിന് മണ്ണിൻ്റെ ഉള്ളിൽ വിത്ത് മറച്ചു വെച്ചു എന്ന അർത്ഥത്തിൽ കാഫർ എന്ന് പറഞ്ഞാൽ കർഷകൻ എന്നാണ് അർത്ഥം. അതിൻ്റെ ബഹുവചനമായിട്ടാണ് പ്രയോഗിച്ചത്. അഅജബൽ കുഫാറ നബാത്ത്,
കർഷകരെ ആ സസ്യലതാദികൾ തഴച്ചു വളർന്നത് അത്ഭുതപ്പെടുത്തി. തുമ്മ യഹീജു ഫതറാഹു മുസ്ഫറ, പിന്നെ അതിങ്ങനെ വാടി പോകാൻ തുടങ്ങി, മഞ്ഞ കളറുകളായി. അതിന് നമ്മൾ മഞ്ഞളിപ്പ് എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തി. തുമ്മ യക്കൂനു ഹുതാമ, വേറെ കാരണങ്ങളൊന്നുമില്ല, എന്തോ രോഗാണുക്കളാൽ എല്ലാം ഉണങ്ങി തുരുമ്പായി. എന്നിട്ട് വേറെ അത്ഭുതകരമായ ഒരു കാര്യം അല്ലാഹ് എടുത്തു പറയുന്നു. വഫിൽ ആഖിറതി അദാബുൻ ശദീദുൻ വമഗ്ഫിറതുൻ മിനല്ലാഹി വറിദ്വാൻ, പരലോകത്തെ അദാബുൻ ശദീദ്, കഠിനമായ ശിക്ഷയുണ്ട്. വറിദ്വാനും മിനല്ലാഹ് വമഗ്ഫിറതുൻ മിനല്ലാഹി വറിദ്വാൻ, റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള പാപമോചനമുണ്ട്. വറിദ്വാൻ, അവന്റെ തൃപ്തിയുമുണ്ട്. ഇതിനൊക്കെ ആകത്തുക ആദ്യത്തെ പറഞ്ഞ എല്ലാ വശങ്ങളെയും ഒന്നിച്ച് ഒരായത്തിന്റെ അവസാന ഭാഗത്ത് ബോധ്യപ്പെടുത്തി തരിക. അതെന്താ? വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ, ഐഹിക വിഭവങ്ങൾ, ജീവിതം എന്നത് മനുഷ്യനെ പറ്റിക്കുന്ന ചരക്കുകളാണ് എന്ന്. ഇപ്പൊ ആയത്തിന്റെ അർത്ഥം കേട്ടാൽ തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇനി നമ്മൾ ഓരോന്നും ഇങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്നത് ലഅബ് എന്നാണ്. ഒരുപക്ഷെ ഈ ആയത്തുകളും ഇതിന്റെ വിശദീകരണങ്ങളൊക്കെ പലപ്പോഴായി നമ്മൾ കേട്ടതായിരിക്കാം. പക്ഷേ എപ്പോഴും ഒരു സത്യവിശ്വാസി ജീവിതത്തിൽ ഇതിൻ്റെ ആശയങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കണം എന്ന വശം ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, മനസ്സിലാക്കുക എന്ന് അല്ലാഹു പറഞ്ഞു. ഐഹിക ജീവിതത്തെ സംബന്ധിച്ച് ഖുർആനിലും ഹദീസിലുമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ പലതരത്തിലുള്ള മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട്. നാം പാരായണം ചെയ്യുന്ന, വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിൽ വരെ ആ കാര്യം അല്ലാഹു എടുത്തു പറയുന്നു. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ, ഭൂമിയിലുള്ളതൊക്കെ നമ്മൾ അതിനുള്ള അലങ്കാരമാക്കിയതാണ്. അതിൽ കണ്ണ് നട്ടു പോണ്ട, അതിൽ പിന്നെ എടങ്ങാറായി അതിനു വേണ്ടി മരിക്കേണ്ട, ലിനബ്ലുവഹും, പരീക്ഷിക്കാനാണ്. ഇനി അതുപോലെ തന്നെ ധാരാളം മുന്നറിയിപ്പുകൾ. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിതനായ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന നിലയിൽ നിങ്ങൾ നരകത്തിലെത്തരുതേ എന്ന നിലക്കുള്ള മുന്നറിയിപ്പ് ഞാൻ നൽകും. എന്നിട്ട് നബി പറഞ്ഞു, വഅന ആഖിദും ബിഹുജുസികും, നിങ്ങളുടെ ഊർപ്പടക്കി പിൻഭാഗത്തുള്ള അരയുടുപ്പിന്റെ കെട്ട് അത് ഞാൻ പിടിച്ചു വലിക്കുന്നുണ്ട്. വഅൻതും തഫ്ലിതൂന മിൻ യദീ, നിങ്ങൾ എൻ്റെ കൈകളിൽ നിന്ന് കുതറി മാറുകയാണ്. ഈ കാര്യം പറയുന്നതിന്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശേഷമോ മുന്നേയോ ആയി ഒരു ഉദാഹരണവും പറഞ്ഞു. അതെന്താ? എന്റെയും നിങ്ങളുടെയും ഉപമ ഒരു തീ കത്തിച്ചവനെ പോലെയാണ്. ഫജഅലൽ ജനാദിബു വൽ ഹസറാത്തു യദുബ്ബു ഇലൈഹിന, അപ്പൊ തീ ആളിക്കത്താൻ തുടങ്ങിയപ്പോ പ്രാണികളും പാറ്റകളും ഒക്കെ ആ തീയിലേക്ക് വീഴാൻ തുടങ്ങി. അയാൾ ആവുന്നത്ര ആ തീയിൽ വീഴാതിരിക്കാൻ വേണ്ടി അവയെ തടഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ അവ അത് മൈൻഡ് ചെയ്യാതെ ആ തീയിൽ പോയി ചാവുന്നു. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ഞാൻ നിങ്ങളെ നരകത്തിലേക്ക് എത്തരുത് എന്ന നിലക്ക് മുന്നറിയിപ്പുകൾ നൽകി നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നു. വഅൻതും തഫ്ലിതൂന മിൻ യദി, നിങ്ങൾ എൻ്റെ കൈകളിൽ നിന്ന് കുതറി മാറി ആ നരകത്തിൽ പോയി വീഴുകയും ചെയ്യുന്നു. പറഞ്ഞു വന്നത് ഇഹലോക ജീവിതത്തെ സംബന്ധിച്ച് പലതരത്തിലുള്ള മുന്നറിയിപ്പുകളും ഇത് മുന്നിലിട്ട് തന്നിട്ട് അള്ളാഹ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് അദ്ദുനിയ മസ്റഅത്തുൽ ആഖിറ. നമ്മൾ കേട്ട ഹദീസാണ്.
ദുനിയാവ് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് എന്ന്. അതുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ ഈ ആയത്തിലുള്ള കാര്യം സൂക്ഷ്മമായി ഉൾക്കൊള്ളണം എന്നാണ് പറഞ്ഞത്. കാരണം ഐഹിക ജീവിതത്തെ സംബന്ധിച്ച് മനുഷ്യന്റെ മനസ്സിൽ ഇട്ടു തരികയാണ്. അതിൽ കണ്ണഞ്ചി പോകാതിരിക്കാൻ ഒന്നാമത്തതായി പറഞ്ഞിരിക്കുന്നില്ല, ലഇബ് കളിയാണ്. ഒരു പൈതൽ ചിരിക്കാൻ തുടങ്ങുന്ന ആ പ്രായം എത്ര ദിവസങ്ങൾ കഴിഞ്ഞ് ചിരിക്കാൻ തുടങ്ങുന്നുവോ ആ ബോധ്യം വരുമ്പോ അതിന്റെ കണ്ണ് തുറക്കാനായിട്ടില്ലെങ്കിലും ഉറക്കത്ത് പോലും ചിരിക്കുകയാണ്. കളിയുടെ തുടക്കം. അവിടുന്ന് അങ്ങോട്ട് ദിവസങ്ങൾ കൂടി വരുമ്പോ മലർന്ന് കിടന്ന് ചിരിക്കാൻ തുടങ്ങും, കൈകാലിട്ടടിച്ച് കളിക്കാൻ തുടങ്ങും, മുകളിൽ കെട്ടിത്തൂക്കി എന്തിനെയോ നോക്കി ചിരിക്കുന്നുണ്ടാകും. അവിടുന്ന് അങ്ങോട്ട് ശബ്ദം കേട്ട് ചിരിക്കല് തുടങ്ങും, കളിക്കല് തുടങ്ങും. കമഴ്ന്ന് കിടന്നാൽ കളിയാണ്. അങ്ങനെ ആ കുട്ടി ഇരിക്കാനും നടക്കാനുമായാൽ കളിയുടെ ഒരു ലോകമാണ്. പിന്നീട് ആ കളി വളർന്ന് പടർന്ന് പന്തലിച്ച് 4, 5, 6, 8, 10, 12 ഒക്കെ വയസ്സാകുമ്പോ അങ്ങനെ തന്നെ കളിയുടെ ലോകത്തേക്ക് പോവുക. ഭക്ഷണം അവന് ഓർമ്മ ഉണ്ടാവില്ല, മനസ്സിലാകുന്നുണ്ടോ? സമയം ഓർമ്മയില്ല, യാതൊരു നിലക്കുള്ള നിയന്ത്രണവും ഇല്ലാത്ത കളി. കൈകാൽ മുറിഞ്ഞു പോകും, അതൊരു പ്രശ്നമല്ല. അങ്ങനെയുള്ള മക്കള് സൈക്കിളൊക്കെ എടുത്ത് അപകടം വരുത്തുന്നൊക്കെ നമ്മൾ കാണുന്നില്ലേ? അപ്പൊ പറഞ്ഞത് ഒന്നാമത്തെ ഘട്ടം ഖുർആൻ പറഞ്ഞിരിക്കുന്ന വശം നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ആ കളിയെ സംബന്ധിച്ചിടത്തോളം ചിലർ അതിന്റെ ലോകത്തങ്ങ് പോയി വളർന്നാലും തന്റെ ബാധ്യതയും കാര്യങ്ങളും ഓർമ്മിക്കാത്ത, ആ കളി കാണാൻ, കേൾക്കാൻ, അതിൽ പങ്കെടുക്കാൻ ലക്ഷങ്ങളും ആയിരങ്ങളും ചെലവഴിക്കുന്ന, യാത്ര ചെയ്ത് അവിടെ എത്തി അങ്ങനെ ബാസ്കറ്റ് ബോളും അതുപോലെ ക്രിക്കറ്റും അതുപോലെ പന്തയ പരിപാടികളും ഒക്കെയായി ഒരുപാട് ലോകത്തേക്ക് കടന്നു പോവാണ്. മനുഷ്യന്റെ ഒരവസ്ഥയെ സംബന്ധിച്ചാ പറയുന്നത്. രണ്ടാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നത് ലഹ്വാണ്, വിനോദമാണ്. കൗമാരപ്രായം തുടങ്ങുമ്പോ ആസ്വാദനം തുടങ്ങി. ടൂറ് പോകണം, ടൂറിസത്തിന് ലക്ഷങ്ങളാണ് നമ്മൾ ചെലവഴിക്കുന്നത്, ഓരോ രാജ്യത്തുള്ളവരും. അതിന് മന്ത്രി തന്നെ പറയണ്ട്. ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ആവശ്യമായ ഒരുപാട് സൗകര്യങ്ങള്, മദ്യ ചഷകങ്ങള് വരെ, അവരുടെ ഇഷ്ടപ്പെട്ട മറ്റ് കാര്യങ്ങളെല്ലാം ചെലവഴിച്ചുകൊണ്ട് വിനോദത്തെ കൊഴുപ്പിക്കുന്ന ലോകം. നമ്മളുടെ മക്കൾ, നമ്മൾ എല്ലാം തന്നെ ആ തലങ്ങളിലാണ്. ആ തലങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ച് നോക്കിയാൽ ആ വിനോദം സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോവുകയും അത് ഹിമാലയ ബൈക്ക് വരെ, പേര് വരെ വന്ന് അത്തരം ബൈക്കുകളോ അതുപോലെ തന്നെ പിന്നെ ബൈക്ക് റേസിംഗ് പരിപാടികളോ ഒക്കെ തന്നെ വിനോദത്തിലൂടെ അവൻ ഏർപ്പെട്ട് അവസാനം വല്ല ഏതെങ്കിലും തരത്തിലുള്ള ആത്മഹത്യാമുനമ്പ് എന്ന് പറയുന്ന ഏരിയകളുണ്ട്, അവിടെ വരെ പോയി താനും കൂട്ടുകാരനും ഒന്നിച്ചു നിന്ന് സെൽഫി എടുത്ത് കാൽ വഴുതി വെള്ളത്തിൽ വീണ് ചതഞ്ഞരഞ്ഞ മൃതദേഹമോ ഒരിക്കലും കിട്ടാത്ത തരത്തിലേക്ക് പോകുന്ന മൃതദേഹത്തിലേക്കോ ഈ വിനോദം മനുഷ്യനെത്തിക്കാറുണ്ട്. വിനോദത്തിന്റെ കളിയുടെ ലോകം പരിശോധിച്ച് നോക്കിയാൽ ഇക്കഴിഞ്ഞ ദിവസം ഒരു 21 വയസ്സുകാരനായ ഒരു കുട്ടിയെ പോലീസ് പിടിക്കുന്നു. വിനോദം, ബൈക്ക് കൊണ്ടുള്ള കളി, എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് എല്ലാവർക്കും അപകടം വരുത്തുന്ന വിധത്തിലുള്ള ഓട്ടം. അങ്ങനെ പോലീസ് പിടിച്ച് അവനെ കൊണ്ടുപോയി ഒരുപാട് ആളുകളെ ഇതേപോലെ പരിക്ക് പറ്റി കിടക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവനെ മര്യാദ പഠിപ്പിക്കുന്നു. ഈ രംഗം കണ്ട് കൈകാലുകൾ മുറിഞ്ഞ ഒരുപാട് അവന്റെ പ്രായത്തിലുള്ള മക്കള് ഇത്തിരി അപ്പുറത്തേക്ക് കാണിച്ചു കൊടുത്ത് ആ മോർച്ചറിയിൽ കിടക്കുന്ന ചതഞ്ഞരഞ്ഞുപോയ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ച് എതിരെ വന്ന വാഹനത്തിൽ
അവന്റെ ഹുങ്ക് കാണിക്കാൻ പെട്ടെന്ന് ഏത് ബസ്സിനെയും ഞാൻ ഓവർടേക്ക് ചെയ്യും എന്ന ഹുങ്ക് കാണിക്കാൻ വിനോദത്തിന്റെ അതുപോലെ തന്നെ ആ ലോകത്തേക്ക് പോയപ്പോ അപകടം പറ്റി ചതഞ്ഞരഞ്ഞ മനുഷ്യ യുവാക്കളുടെ ചേതനയേറ്റ് കിടക്കുന്ന ശരീരം കാണിച്ചു കൊടുക്കുന്നു. ഇവനാകെ അത്ഭുതപ്പെട്ട് ഇതൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പിന്നെ അവൻ നേരെ നല്ലവനായി തീർന്ന ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടി നല്ല നടപ്പിന് അവരെ ശുശ്രൂഷിക്കാൻ ഏൽപ്പിക്കുകയാണ് പരിക്ക് പറ്റിയവരെ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, എവിടേക്കാണ് ഈ സമൂഹം, ഈ മനുഷ്യർ അള്ളാഹ് പറഞ്ഞ ആ വശം മനുഷ്യരെത്തിപ്പെടുന്ന ലോകം. വേറെ പലരും ഈ വിനോദത്തിൽ ഏർപ്പെടുമ്പോഴാണ് ലഹരിക്കടിപ്പെട്ടുകൊണ്ട് അടിമപ്പെട്ടുകൊണ്ട് വേണ്ടാത്തരങ്ങളുടെ ലോകത്തേക്ക് പോകുന്നത്. മുമ്പൊക്കെ ആൺമക്കളാണ് വിനോദത്തിൽ ഏർപ്പെട്ടിരുന്നതെങ്കിൽ ഇന്ന് പെൺമക്കൾ 14-15 വയസ്സ് മുതലുള്ള പെൺമക്കൾ നമ്മളുടെ മൗനാനുവാദത്തോടു കൂടി യാത്ര ചെയ്യുകയാണ് ഗേൾ ബോയ് ഫ്രണ്ടിന്റെ കൂടെ. എന്നിട്ട് ഏതെങ്കിലും സ്ഥലങ്ങളിൽ പോയി, ഏതെങ്കിലും ഏരിയകളിൽ പോയി, ആളില്ലാത്ത സ്ഥലത്ത് വെച്ച് ദുനിയാവിൽ മനുഷ്യൻ ചെയ്യാത്ത സകല വേണ്ടാവൃത്തികൾക്കും ആകേണ്ടി വരുന്ന ലഹരി ഉപയോഗം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വിനോദത്തിന്റെ പേരിൽ എത്തിച്ചേർന്നു. ഒരുപാട് പെൺകുട്ടികൾ നമുക്ക് കാണാം. പറഞ്ഞു വന്നത് മനുഷ്യന്റെ രണ്ടാമത്തെ ഘട്ടത്തെയാണ്. ഇതിന് പരിധികളില്ല. സാമ്പത്തികമായ കഴിവ് അതിന് എത്ര ഉണ്ടോ അതിനനുസരിച്ച് ആ വിനോദത്തിൽ ഏർപ്പെടുകയാണ്. ആ വിനോദം എത്ര ആസ്വദിക്കാൻ കഴിയോ ആസ്വാദനത്തിന് വേണ്ടി പെൺകുട്ടികൾ അവരുടെ മാനം വിൽക്കുകയാണ്. അവസാനം തെരുവിൽ വലിച്ചെറിയപ്പെടുന്ന ദയനീയമായ തന്റെ ശരീരത്തെ തെരുവിൽ വലിച്ചെറിയപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ഒരുക്കുന്ന ദയനീയമായ അവസ്ഥകൾ സംജാതമാവുകയാണ്, ഉണ്ടായിത്തീരുന്നു എത്ര സംഭവങ്ങള്. അതുകൊണ്ട് രണ്ടാമത്തെ മനുഷ്യന്റെ ത്വരയെ സംബന്ധിച്ചാണ് ലഹ്വ് അതിന്റെ വിശാല തലങ്ങളിലേക്ക് നിങ്ങൾ കടക്കുക, മനസ്സിലാക്കാൻ കഴിയും. മൂന്നാമത്തതായി ഖുർആൻ പറഞ്ഞിരിക്കുന്നത് തഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള ദുരഭിമാനമാണ്. ഈ ആയത്തിന്റെ വിശദീകരണം ഈ ആഴ്ച പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ കഴിയുന്നത്ര പറയാം, കഴിയുന്നിടത്തോളം. വതഫാഖുറും ബൈനക്കും, നിങ്ങൾക്കിടയിലുള്ള ദുരഭിമാനമാണ്. സുബ്ഹാനല്ലാഹ്, ഏതെല്ലാം തരങ്ങളിലാണ് ഈ ദുരഭിമാനം നടിക്കാൻ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തറവാട് പറയും, മനസ്സിലാകുന്നുണ്ടോ? അതൊരു കല്യാണ സദസ്സിലും വിവാഹാന്വേഷണ സദസ്സിലൊക്കെ പറയുന്നതാ, എന്റെ കുടുംബത്തിൽപ്പെട്ട ആള് ഉപ്പാപ്പാന്റെ ഉപ്പാപ്പ ഇന്ന ആളുടെ മകനായിരുന്നു. നോക്കണം നിങ്ങള്, ഞങ്ങൾ ഇന്ന തറവാട്ടുകാരാണ്, അവിടെയുള്ള IG അയാളുടെ മകളുടെ മകളെയാണ് എന്റെ കുടുംബത്തിലെ ഇന്ന ആള് കല്യാണം കഴിച്ചത്. ഞങ്ങൾ മോശക്കാരല്ല. കല്യാണത്തിന്റെ ആ നിശ്ചയകാര്യങ്ങളും മറ്റുമൊക്കെ സംസാരിക്കുമ്പോൾ ഇത് കാര്യമായി കടന്നു വരിക. ആ ദുരഭിമാനം അത് മനുഷ്യനെ എവിടെ കൊണ്ടെത്തിക്കുമെന്നതിന് യാതൊരു കണക്കുമില്ല. ചിലർ ആ ദുരഭിമാനം മൂത്തിട്ട് അങ്ങാടിയിൽ കിടന്ന് തന്റെ തറവാടിന്റെയും താൻ നേടിയെടുത്ത ഹുങ്കിന്റെയും ശക്തിയുടെയും തെളിവ് കാണിക്കാൻ ഭൂനിവാസങ്ങൾ വിളിച്ചു പറയും. ആരാണ് പറയുന്നത്? എല്ലാ വെള്ളിയാഴ്ചയും ഖുതുബ കേൾക്കുന്ന ആള്. ഞാൻ ആരാണെന്ന് അറിയുമോ എന്ന് ചോദിച്ച് തുടങ്ങുന്ന അയാളുടെ നാവിൽ നിന്ന് വരുന്ന വലിയ വർത്താനങ്ങൾ ഉണ്ടല്ലോ, ചിന്തിച്ചു നോക്ക്. അതിനേറ്റ കണക്കൊന്നുമില്ല. ഇങ്ങനെ അഹങ്കരിച്ച ദുരഭിമാനം പറഞ്ഞ ചില ആളുകളുടെ അനുഭവമെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. അയാളത് പറഞ്ഞു കഴിഞ്ഞ് അയാൾ ആ നിലക്കുള്ള അഭിമാനവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് 1 മണിക്കൂർ കഴിയുന്നതിന്റെ ഇടക്ക് ഒരു ആക്സിഡന്റിൽപ്പെട്ട് അയാളുടെ സാധാരണഗതിയിലുള്ള ബോധം നഷ്ടപ്പെട്ട് അയാളുടെ ദുരഭിമാനം അവസാനിച്ച്. ദുർബലനാണ് മനുഷ്യൻ. ഇത് മറന്നു പോവുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ അയാൾ നിൽക്കാതെ 90 സെക്കൻഡ് തുമ്മിയാൽ ബ്ലഡ് ഛർദിച്ച് മൂക്കിൽ നിന്ന് വന്നാൽ മരണപ്പെട്ടു. ഇത്രേ മനുഷ്യനുള്ളൂ. അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനി. നിങ്ങൾക്ക് ഒരു നിലക്കും അഹങ്കരിക്കാനുള്ള അർഹതല്ല. ഖുർആൻ പറഞ്ഞതാണ്, സത്യമാണ്. നമ്മളൊക്കെ ഒരുപാട് തലങ്ങളുണ്ട്. എല്ലാ നിലക്കും
ഹൈ സ്പീഡിൽ ഓടുന്ന ഒരാള് മറ്റൊരാളെ ആരോഗ്യവാനായ സ്പോർട്സ് കളിക്കളത്തിൽ ഓടുന്ന ഒരാൾക്ക് അയാളുടെ മടമ്പ് ഒന്ന് തെറ്റിയാൽ അത് അയാൾ മറിഞ്ഞു വീണ് ആ സെക്കൻഡിൽ അയാൾക്ക് കാലുകൊണ്ട് നടക്കാൻ പറ്റാത്ത സാഹചര്യം വരും. എത്ര ആളുകളാണ് ആരോഗ്യവാന്മാരായ ആള് കളിക്കളത്തില് ഹൃദയാഘാതം മൂലം സെക്കൻഡുകൾക്കകം ആ വിചാരിച്ച കാര്യം പൂർത്തിയാക്കാതെ ട്രാക്കിൽ വീണ് മരണപ്പെട്ടത്. ഓടി കളിക്കളത്തില് എത്തി അവിടുന്ന് പെട്ടെന്നുള്ള ഒരു അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിലായി മാസങ്ങളോളം ചികിത്സിച്ചും മാറാത്ത ബ്രെയിൻ പ്രശ്നം, അല്ലെങ്കിൽ സൂക്ഷ്മനാഡി തകർന്നു പോയ പ്രശ്നം, നട്ടെല്ല് ചലിക്കാത്തതിനാൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത എത്ര ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മനുഷ്യൻ തഫാഖുറാണ്, ദുരഭിമാനം നടിക്കുകയാണ്, അവന്റെ കാര്യം മറന്നുപോവുക. ഈ ആയത്ത് എല്ലാ കാലഘട്ടത്തിലേക്കും ഏത് മനുഷ്യന്റെയും മനസ്സിലുണ്ടാകണം. അടുത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്, സമ്പത്തിലും സന്താനങ്ങളിലുമുള്ള പെരുമ നടിക്കലാണ്. അതോ അതിനെപ്പറ്റി പറഞ്ഞറിയിക്കേണ്ടതില്ല, ഞാൻ എമ്പാടും സമ്പത്തുള്ളവനാണ് എന്ന് ബോധ്യപ്പെടുത്താൻ, പത്രകോളങ്ങളിൽ പേരുകൾ വരാൻ, സോഷ്യൽ മീഡിയയിലൂടെ അറിയപ്പെടാൻ, മനസ്സിലാകുന്നുണ്ടോ? ലോകത്തെ ഇത്രാമത്തെ പണക്കാരനാണ് ഞാൻ എന്ന് ബോധ്യപ്പെടുത്താൻ നമ്മൾ താഴേക്കടയിലേക്ക് ഇറങ്ങി വന്നാല് ഓരോരുത്തരും സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഞാന് 19 വയസ്സായപ്പോഴേക്ക് അവിടെ ഇത്ര ബാങ്ക് ബാലൻസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് 24 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അപ്പൊ അവിടെയുള്ള അപ്പാർട്ട്മെന്റിൽ ഇത്രയും ഞാൻ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്, എന്റെ ഷോപ്പാണ്, ഇത്ര സൂപ്പർ മാർക്കറ്റ് അവിടെ ഉണ്ട്. സമ്പത്തിലുള്ള, മനസ്സിലാകുന്നുണ്ടോ, വ്യംഗ്യമായും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് ദുരഭിമാനത്തിന്റെ അതിന്റെ പെരുമ നടിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം ഒരുപാട് മനുഷ്യരും നമുക്ക് കാണാം. ശരിയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇയാള് കോടീശ്വരനാണ്, സംഗതി ശരിയാണ്. പക്ഷേ അവന്റെ കോടീശ്വരനായ സാഹചര്യത്തെ നിമിഷങ്ങൾക്കകം ആ ദുരഭിമാനം നടിച്ച് ഇങ്ങോട്ട് വന്നാൽ അവന്റെ സമ്പത്ത് മുഴുവനും വിറ്റ് തീർത്ത് ചികിത്സിച്ചാൽ പോലും മാറാത്ത മജ്ജക്കോ അതുപോലെയുള്ളതിനോ ബാധിക്കുന്ന ഒരു ക്യാൻസർ ഉണ്ടായാൽ മതി, എത്ര ലക്ഷങ്ങൾ ചെലവഴിച്ചാലും കാശ് തീർന്നു, അത് അവിടുത്തതും വിറ്റ് വീണ്ടും ചെലവഴിച്ച് പൈസല്ല, അത് കഴിഞ്ഞ് വീണ്ടും അങ്ങനെ അവസാനം വിറ്റ് തീർത്തിട്ടും രോഗം മാറാത്ത എത്ര മനുഷ്യർ ഈ ഭൂലോകത്ത് 2 കാലിൽ നടക്കുന്നുണ്ട്. അവന്റെ ദുരഭിമാനം എവിടെ പോയി? സാമ്പത്തികമായ കഴിവ് എവിടെ പോയി? ബുദ്ധിമാന്യം സംഭവിച്ചാൽ, ഒരാക്സിഡന്റിലൂടെ ബുദ്ധിമാന്യം സംഭവിച്ചാൽ, അല്ല പാർക്കിൻസന്റെ അസുഖം തളർന്നു, ഒരു ഭാഗം തളർന്നു പോയ ഏതെങ്കിലും തരത്തിലുള്ള രോഗം ബാധിച്ചാൽ തിരിച്ചു കൊണ്ടുവരാൻ ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ചാലും സാധ്യമല്ല. ഖുർആൻ തന്നെ പറയുന്നത് അൽഹാഖുമുത് തകാസുർ, ഇത് നിങ്ങളെ സ്വഭാവമാണ് മനുഷ്യന്മാരെ. ഹത്താ സുർതുമുൽ മഖാബിർ, നിങ്ങൾ മരിക്കുന്നവരെ സ്വഭാവം മാറ്റൂല, പറഞ്ഞുകൊണ്ടേയിരിക്കും. വൽ ഔലാദ്, അടുത്തത് മക്കളുടെ കാര്യമാണ്. എന്റെ 3 മക്കൾ, എന്റെ 2 മക്കൾ, അല്ല എനിക്ക് 10 മക്കളുണ്ട്, 5 മക്കളുണ്ട്, ഓരോരുത്തരെയും അതിന്റെ കാര്യം കേൾക്കണോ? ഒരാൾ ബഹിരാകാശത്ത് 6 മാസമായി, പറയുന്നതാരാ? കട്ടിലിൽ കിടന്ന് മനുഷ്യന്മാരെ നേർക്ക് നേരെ എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത അപ്രായത്തിലും ഈ കിടന്നുകൊണ്ട് ഉള്ള ബോധം വെച്ച് പറയാ. രണ്ടാമത്തവനും അവന്റെ ഭാര്യയും UK ഡോക്ടറാണ്, പെങ്ങളാണ്, അവരുടെ ഭാര്യയും ഡോക്ടർമാരാണ്. മറ്റേയാള് അയാള് ലണ്ടനിൽ പ്രൊഫസറാണ്, അയാളുടെ ഭാര്യ ഇന്ന കുടുംബത്തിലെ മന്ത്രിവാദിലെ കുടുംബത്തിലെ ഇന്ന ആളുടെ മകളാണ്. തകാസുർ കണ്ടോ? പെരുമ നടിക്കുക, ഇത് മനുഷ്യൻ നിർത്തൂല. അത് മക്കളുടെ കാര്യത്തിൽ എപ്പം തുടങ്ങും? നഴ്സറി ചേർത്താൻ ഞാൻ 25,000 കൊടുത്തില്ല ചേർത്തിയത്. ആ സ്കൂളിൽ ജോയിന്റ് ആയത് അവസാനം ആ കുട്ടി ആ ക്ലാസ്സിലെ ഫസ്റ്റായി മാറി. കണ്ടോ? അഭിമാനിക്കുകയാണ്. വീണ്ടും റിസൾട്ട് വന്നു, നീറ്റ് പരീക്ഷയിൽ 1 എന്റെ മോള്, എന്റെ മോൻ. നമ്മൾ അഭിമാനിക്കുകയാണ്, ഭയങ്കര തകാസുർ.
മനസ്സിലാണ്ടോ? ഇതാണ് മനുഷ്യന്റെ ജീവിതാവസ്ഥയെ സംബന്ധിച്ച് ഖുർആൻ പഠിപ്പിച്ചിരുന്നത്. ഒരുപാട് തലങ്ങൾ അതുണ്ട്. അടുത്ത യുഗം എന്നത് ചൊവ്വയിലും ചന്ദ്രനിലും താമസമാക്കുന്ന ഒരു ലോകത്തേക്കാണ് നമ്മളുടെ അടുത്ത തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ദുരഭിമാനത്തിന്റെ, മക്കളുടെ കാര്യത്തിലുള്ള അഹങ്കാരത്തിന്റെ, പൊങ്ങച്ചം പറയലിന്റെ ലോകം എവിടേക്കാ എത്തുക? അതുകൊണ്ട് ലാ തുൽഹിക്കും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാ, പടച്ചോനെ മറന്ന് പറയരുത്. ഖുർആൻ പറഞ്ഞിരുന്ന വശാണത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം പറയുന്നത് ദുരഭിമാനത്തെ സംബന്ധിച്ചും വിനയത്തെ സംബന്ധിച്ചും ഒക്കെ ഓരോ വിഷയമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ് ഒരു മുഅ്മിൻ എങ്ങനെ ജീവിക്കണം എന്നത്. ഇൻഷാ അല്ലാഹ് മറ്റപ്പോഴോ നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു, കർഷകന്മാരെ അത്ഭുതപ്പെടുത്തി ഈ ദുനിയാവിലുള്ള കൃഷിയിടങ്ങൾ അത്ഭുതപ്പെടുത്തി. ശരിയാണല്ലോ, ഒരു മനുഷ്യന്റെ കൃഷി ചെയ്യുന്ന ഒരു മനുഷ്യന് അയാൾ ചെയ്യുന്ന കാർഷിക വിളകളുടെ വളർച്ച കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷമായിരിക്കും. അതിങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താം, അതിന്റെ വിളവെടുപ്പ് ഇങ്ങനെയൊക്കെ നേരല്ല. അയാൾ അതിന് മാത്രം മെനക്കെട്ട് മറ്റെല്ലാ കാര്യങ്ങളും ഒഴിവാക്കി അതിൽ ദുരഭിമാനം കൊണ്ട് ഇങ്ങനെ ജീവിക്കുകയാണ്. അത് കണക്ക് കൂട്ടുകയാണ് അയാൾ. ഇത്ര ലക്ഷം, ഖുർആൻ വേറെ ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ വന്നിട്ട് ഇത്ര കോടികള് ആ 4ാമത്തെ മാസമാകുമ്പോഴേക്ക് വരുമാനം പൂർണ്ണമായും ഇഞ്ചി അത് കയറ്റി വെക്കുമ്പോൾ ഇത്ര ഉണ്ടാവും, മറ്റേത് കയറ്റി വെക്കുമ്പോൾ അത്ര ഉണ്ടാവും. അതെല്ലാം കൂടി കണക്ക് കൂട്ടി കോടികളുടെ വരുമാനത്തിന്റെ മേലെ നിന്ന് അയാൾ ഇങ്ങനെ ദുരഭിമാനം കൊള്ളുക, അല്ലെ മനസ്സിൽ പൊങ്ങച്ചമായിട്ട് നടക്കുകയാണ്. പക്ഷേ ഓർമ്മണ്ടല്ലോ, ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരനായിട്ട് സംസാരിച്ചു. കൊറോണ വന്ന് അയാള് ഉണ്ടാക്കിയ സമ്പാദ്യം തമിഴ്നാട്ടിൽ ലക്ഷങ്ങൾ ഒഴിവാക്കി പോരേണ്ടി വന്നു. അടി കിട്ടാതിരുന്നത് ഭാഗ്യം നാള് പറഞ്ഞത്. കാരണം കേരളീയലാണ് കൊറോണ ഇവിടെ സംഭാവന ചെയ്യുന്നത് എന്ന് അവരെ തെറ്റിദ്ധരിക്കുകയും അവിടുത്തെ കേരളീയരായ മലയാളം പറയുന്ന മുഴുവൻ ആളുകളെയും അടിച്ചോടിക്കുകയും ചെയ്തു എന്നുള്ള ആ കൂട്ടത്തിൽ അവിടുന്ന് എല്ലാം വിട്ടേച്ച് പോരേണ്ടി വന്നു. മനസ്സിലായോ? അതുപോലെ തന്നെ ഏതോ ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്ത് നിന്ന് ഈ രാജ്യത്തേക്ക് 1.25 കോടിയുടെ വിഭവങ്ങൾ ഇറക്കുമതി ചെയ്യാൻ ബുക്ക് ചെയ്ത മനുഷ്യൻ കാശടച്ചു. പക്ഷെ ആ സാധനം എത്തി, ഷിപ്പിലെത്തി, പക്ഷെ ഇറക്കാൻ ഇവിടെ സാധ്യമല്ല, കൊറോണ കൊണ്ടുണ്ടായ. അപ്പൊ ഞാൻ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പരീക്ഷണങ്ങൾക്കും മനുഷ്യന്റെ ദുരഭിമാനത്തിന് ഫലമായി പലതുണ്ടാക്കി കൊടുക്കും. അതേ തരത്തിൽ ഈ കൃഷി വളർന്ന് പടർന്ന് പന്തലിച്ച് അയാൾക്ക് കൊയ്തെടുക്കാൻ വിളവെടുപ്പിന് സമയമായപ്പോ ഒരു സാധനവുമില്ല, തുരുമ്പായി പോയി, ഒരു സാധനവുമില്ല അയാൾക്ക്. എന്നിട്ട് ഈ മനുഷ്യൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ട് അയാൾക്ക് എന്താ കിട്ടിയത്? അതാണ് വിഷയം. അയാൾക്ക് എന്ത് കിട്ടി? നേരെ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് വാ. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രായമായി ആളുകൾക്ക് ബോധമില്ലാത്ത സാഹചര്യം എത്തുന്ന, പ്രായാധിക്യത്താൽ അങ്ങേയറ്റം എത്തുന്ന പ്രായത്തിന് മുമ്പ് ബോധം വെച്ചത് മുമ്പിലുള്ള കുറച്ച് കാലഘട്ടമല്ലേ? ആ കാലഘട്ടത്തിൽ ഒരാൾ ഇപ്പറഞ്ഞതെല്ലാം ചെയ്തു കൂട്ടി എന്നതൊഴിച്ചാൽ അയാൾക്ക് പിന്നെ എന്താ ഉള്ളത്? അതാണ് ഈ ആയത്തിന്റെ അവസാനത്തിൽ അല്ലാഹു പറഞ്ഞു, വൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. മനുഷ്യനെ പറ്റിക്കുന്ന വിഭവങ്ങളാണ്, വഞ്ചിക്കുന്ന വിഭവങ്ങളാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ അയാൾക്കൊന്നുമില്ല. അയാള് ഈ ലോകത്തെ പലതിലും ഇറങ്ങിത്തിരിച്ച് അവസാനം 0 ആണ്. ഇബാദത്ത് ചെയ്യാൻ നേരം കിട്ടിയില്ല, വഅദ് കേൾക്കാൻ നേരം കിട്ടിയില്ല, ഖുതുബ ശരിക്ക് ശ്രദ്ധിക്കാൻ നേരം കിട്ടിയില്ല, ജീവിതത്തിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിച്ചില്ല. കളി തുടങ്ങി, വിനോദത്തിലേക്ക് കടന്നു, അത് ദുരഭിമാനമായി മാറി. വിവാഹ ജീവിതത്തിൽ ഒരുപാട് വിൽമുകൾ അതിന് ശേഷവും ചെയ്തു. അവിടുന്ന് അങ്ങോട്ട് മരണമായപ്പോഴേക്കാണ് അയാളുടെ പ്രാരാബ്ദങ്ങളുടെ ലോകം അയാളുടെ മുമ്പിലെത്തിക്കഴിഞ്ഞ്. ഇനി തിരിച്ചങ്ങോട്ട് നടക്കാൻ കഴിയില്ല, ഇനി തിരിച്ചങ്ങോട്ട് നടക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ യാസീനിൽ പറയുന്നുണ്ട്, വമൻ നുഅമ്മിർഹു നുനക്കിസ് ഫിൽ ഖൽഖി അഫലാ യഅഖിലൂൻ.
മനസ്സിലാക്കണം. നിങ്ങൾ തിരിച്ച് ആദ്യത്തെ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വായില് വെള്ളം ഇറ്റിച്ചേരാൻ ആള് വേണ്ടിയിരുന്നു. നിങ്ങൾ ആ കിടന്ന പായയിൽ വിസർജിക്കുന്നത് വൃത്തിയാക്കാൻ മറ്റാളുകൾ വേണ്ടി വരും. ആ ഘട്ടത്തിലുണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് ചിന്തിക്കുന്ന, കണ്ണീരൊലിച്ചുകൊണ്ട് ആലോചിക്കുന്ന ഒരു രംഗം. അപ്പൊ മുഅ്മിനായ മനുഷ്യന് സമാധാനമുണ്ട്. അയാൾ ആലോചിക്കുന്നു, പടച്ചോനെ ഇത് നിന്റെ പരീക്ഷണം, ഞാൻ എന്റെ ജീവിതം അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ എന്ന നിലക്ക് ദുനിയാവിന്റെ എല്ലാ വശങ്ങളിലും പരലോകത്തേക്ക് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ അല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് തിരിച്ചു നടക്കാൻ കഴിയില്ല. അയാൾ മരണത്തിന് കീഴൊതുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോ സെക്കൻഡും തീർത്ത് അവസാനം അയാൾ ഡോക്ടർ വരുമ്പോ, പാലിയേറ്റീവിന്റെ പ്രവർത്തകർ വരുമ്പോ അവര് തമ്മിൽ പറയുന്നത് കേൾക്കുകയാണ്, ഇനി രക്ഷയില്ല, അയാൾക്ക് നമ്മളെ പറഞ്ഞ ചികിത്സ നടത്തുക, ഈ ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നതല്ലാതെ ആ പെണ്ണിനെ ആ ആണിനെ ഇനി നമുക്ക് ഒരു നിലക്കും വേറൊന്നും ചെയ്യാനല്ല. അത് നമ്മൾ കേൾക്കുന്നു. കഴിഞ്ഞ കാല ജീവിതത്തിലെ അനുഭവങ്ങള്, ചെയ്തു കൂട്ടിയ വൃത്തികേടുകള്, തോന്നിവാസങ്ങള്, അഹങ്കരിച്ച അഹങ്കാരങ്ങള്, ഞാനാരെന്ന് ചോദിച്ചത്, ആൾക്കാരുടെ ഇടയിൽ അഭിമാനം കൊണ്ടത് എല്ലാം നിഷ്ഫലമായി. വഞ്ചിക്കപ്പെടുന്ന ചരക്കാണ്, ഒന്നും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിന്റെ ആശയം സൂക്ഷ്മമായി ഉൾക്കൊള്ളുവാൻ, പരലോകത്തേക്ക് ജീവിതത്തെ ഉപകാരപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന സജ്ജനങ്ങളിൽ പെടാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വ നസ്തഈനുഹു വ നഅ്മിനു ബിഹി വ നതവക്കലു അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ് അയ്യുഹന്നാസ് മുസ്ലിക്കും ആലിയ വഇയ്യാക വല്ലാഹു. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഈ ആയത്തിന് ശേഷം അല്ലാഹു പറയുന്നു, സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർദ് ഉഇദ്ദത്ത് ലില്ലദീന ആമനു ബില്ലാഹി വ റസൂലിഹി. നിങ്ങൾ ധൃതി കാണിക്കുകയും നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിൽ മത്സരിക്കുകയും എന്ന വേറെയും ആയത്തുകൾ സാരിഊ എന്ന പ്രയോഗവും കാണും. വേഗത്തിൽ ചെയ്യുക, ഒരവസരം കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്തുക. മനസ്സിലായത്? ഒരവസരം കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്തുക. അപ്പൊ അടുത്ത ഹജ്ജിൻ്റെത് ഇപ്പൊ തന്നെ ആലോചിക്കുക, ഞാൻ ഹജ്ജിന് പോകാൻ ബാധ്യസ്ഥനാണോ അല്ലേ, അതിന് എൻ്റെ ഇന്നെടുത്ത വരുമാനവും മറ്റേ വരുമാനവും ഈ കാശൊക്കെ കൂട്ടിയാൽ ഞാൻ അർഹനാണെന്ന് പറച്ചോനെ, അതിപ്പോൾ തന്നെ ആലോചിച്ച് അതിൻ്റെ പ്ലാനിങ് നടത്തി അടുത്ത പ്രാവശ്യത്തേക്ക് അതിനു വേണ്ടി ഒരുങ്ങുക. അങ്ങനെ ഉംറയായാലും ഹജ്ജായാലും മറ്റേത് സൽക്കർമ്മങ്ങളായാലും നമ്മൾ അതിനു വേണ്ടി മത്സരിക്കുകയും ധൃതി കാണിക്കുകയും ചെയ്യും. മത്സരിക്കേണ്ടത് നേരത്തെ പറഞ്ഞ വിഷയങ്ങൾക്കല്ല, മറിച്ച് ഓൻ കൊടുത്തതിനേക്കാളൊക്കെ ഓനെ പള്ളിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ ഓന് 50,000 കൊടുത്ത് ഞാൻ 75,000 കൊടുക്കും. ഇതാണ് മത്സരം എന്ന് പറയുന്നത്. അത് അനുവദിച്ചതുമാണ്, ആളുകൾ കാണിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. ആ നിലക്കുള്ള നന്മയുടെ കാര്യത്തിൽ മത്സരിക്കാനാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. സഹോദരങ്ങളിൽ ഹജ്ജിന് പോയ ചില സഹോദരങ്ങൾ അവരുടെ യാതൊരു അഡ്രസ്സും ഇല്ലാത്ത വിധത്തിൽ കൃത്യമായും ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെടാത്ത നിലയിലുള്ള മരിച്ചിട്ടുണ്ടോ അതല്ല ജീവിച്ചിരിപ്പുണ്ടോ ഹോസ്പിറ്റലിലാണോ എന്ന് പറയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായത് അവർക്ക് വിധിച്ചുകൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ പലരും മരണപ്പെട്ടതായിട്ട് അറിഞ്ഞു. ഷഹാദത്തിന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് പറഞ്ഞു. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി ഷഹാദത്തിന്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവരുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിക്കുകയും അതുപോലെ തന്നെ അവരുടെ ദുആ കൊണ്ട് ഉത്തരം ചെയ്യുന്ന ഇടങ്ങളിലെ പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിച്ചുകൊണ്ട് അല്ലാഹു അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ രോഗികളായി പ്രയാസപ്പെടുന്ന പലരും അല്ലാഹു അവർക്കെല്ലാം ശിഫ നൽകുകയും എല്ലാ പ്രയാസങ്ങളിലും നമ്മയും അവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آمنا فاغفر لنا ذنوبنا واغفر لنا سيئاتنا وتوفنا مع الأبرار.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم